CPM വിജയോത്സവത്തിന്റെ ഭാഗമായി പാലക്കാട് മണ്ണാർക്കാട് നടന്ന അനുമോദന ചടങ്ങിൽ ഭാവി തലമുറയെ വഴി നടത്തേണ്ട മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ കുട്ടികളോട് അപമര്യാദയോടുകൂടി പെരുമാറിയിരിക്കുകയാണ്. പൊതുവേദിയിൽ വെച്ച് കുട്ടികളെ പരസ്യമായി അപമാനിച്ച അദ്ദേഹത്തിന്റെ പ്രവൃത്തി തികച്ചും പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള അസഹിഷ്ണുതയും ധാർഷ്ട്യവുമാണ് ഈ ചടങ്ങിലുടനീളം ദൃശ്യമായത്. വിജയോത്സവത്തിന്റെ ഭാഗമായി തങ്ങളുടെ നേട്ടങ്ങളെ ആഘോഷിക്കാനെത്തിയ കുട്ടികളെ പരസ്യമായി അധിക്ഷേപിക്കുന്നതും മാനസികമായി തളർത്തുന്നതുമായ സമീപനമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. അക്ഷരങ്ങൾ അറിയില്ലേ എന്ന് ചോദിച്ചും വിലാസം എഴുതിയതിൽ തെറ്റുണ്ടെന്ന് ആരോപിച്ചും ഒരു കുട്ടിയെ സദസ്സിന് മുന്നിൽ വെച്ച് അപമാനിക്കുന്നത് ആ കുട്ടിയുടെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്. കുട്ടികൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അതിനെ തിരുത്തേണ്ടത് സ്നേഹത്തോടെയും അവരെ ചേർത്ത് പിടിച്ചുമായിരിക്കണം. അതിനു പകരം ഒരു പൊതുവേദിയിൽ വെച്ച് കുട്ടികളെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് അവരുടെ ആത്മവിശ്വാസം തകർക്കാനേ ഉപകരിക്കൂ. കൂടാതെ അഡ്രസ് തെറ്റിച്ചെഴുതിയെന്നും പറഞ്ഞ് കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുട്ടിയുടെ ചെവിയിൽ നുള്ളുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതിനോടകം തന്നെ ഈ വീഡിയോ വൈറലായി കഴിഞ്ഞു. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവി കുലാർ എഴുതിയിരിക്കുന്നത് എന്താ? പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്താണ്? ആരായിരുന്നു പാത്തുമ്മ? സഫീന എന്ന് വേണ്ട, സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. അഡ്രസ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവി കുലാർ എഴുതിയിരിക്കുന്നത് എന്താ? ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. എവിടെ? എനിക്ക് കിട്ടിയിട്ടില്ലേ? ഹിന്ദിയിൽ കിട്ടിയിട്ടില്ല അല്ലേ? രക്ഷപ്പെട്ടു. വേറെ കുട്ടികൾ കമോൺ. എന്താ ദം ദം എന്ന് പറഞ്ഞാൽ അർത്ഥം? മൈക്ക് കൊടുക്കുന്ന ഒരു മൈക്കില്ലടോ? അല്ല, അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ദം ദം എന്ന് പറഞ്ഞാൽ അല്ല അല്ല ദം ദം എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കട്ടെ നിക്കട്ടെ എന്നാണ്. സ്റ്റോപ്പ്. ദം ദം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, നിക്കട്ടെ എന്നാണ്. എന്താണ്? ഈ കുട്ടി ഇങ്ങനെ കാലിട്ടടിച്ച് വെള്ളം ഇങ്ങനെ വന്നപ്പോ ആ കുട്ടിയുടെ അമ്മ പറയാണ് വെള്ളത്തോട്, നിൽക്ക് നിൽക്ക്, സം സം. അതാണ് പിന്നീട് സം സം എന്ന് ആ പേര് വെള്ളത്തിന് വരാനുള്ള കാരണം.